പുഞ്ചവയൽ പാക്കാനം ഇഞ്ചക്കുഴി ഭാഗത്തെ വന അതിർത്തിയിൽ നിർമ്മിച്ചിരുന്ന ആനക്കിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് പ്രദേശത്ത് അപകട ഭീഷണിയായി മാറിയിരുന്നത്. കിലോമീറ്റർ ദൂരത്തിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കെട്ടിനിന്നത് പ്രദേശത്ത് മഴവെള്ളപ്പാച്ചിലിന് ഇടയാക്കുമോ എന്ന ആശങ്കയും ഉയർന്നിരുന്നു. ഇതോടെ പല കുടുംബങ്ങളും പ്രദേശത്ത് നിന്ന് മാറി താമസിക്കേണ്ട അവസ്ഥയുമുണ്ടായി. ഈ വാർത്ത കഴിഞ്ഞ ദിവസം ഫെസ്റ്റൂൺ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ.വി. രതീഷിന്റെ നേതൃത്വത്തിൽ വലിയ മോട്ടോർ ഉപയോഗിച്ച് ആനക്കിടങ്ങുകളിൽ നിറഞ്ഞുകിടന്ന ജലം പമ്പ് ചെയ്ത് നീക്കിയിരുന്നു. എന്നാൽ വീണ്ടും തുടർച്ചയായി പെയ്ത മഴയിൽ സമാനമായ രീതിയിൽ ആനക്കിടങ്ങുകളിൽ വെള്ളം നിറഞ്ഞതോടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചത്. ആനക്കിടങ്ങുകളിലെ പല ഭാഗങ്ങളിലായി നിരവധി വലിയ ഹോസുകൾ ഉപയോഗിച്ച് വെള്ളം താഴേക്ക് ഒഴുക്കിക്കളയുന്ന രീതിയാണ് ഇപ്പോൾ നടത്തുന്നത്. 2 ഇഞ്ച് വലിപ്പത്തിലുള്ള നിരവധി ഹോസുകൾ ഉപയോഗിച്ച് ആനക്കിടങ്ങുകളിലെ പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം താഴെ പ്രദേശത്തെ പുരയിടങ്ങളിലൂടെ ഒഴുക്കിക്കളയുകയാണ് ചെയ്യുന്നത്. ഇതുവഴി കിടങ്ങുകളിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുവാനും മഴ പെയ്ത് ജലനിരപ്പ് ഉയരാതിരിക്കുവാനും സഹായകരമാകുമെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ ഇത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകില്ല. മഴ മാറിയതിനു ശേഷം ആനക്കിടങ്ങിലെ ജലനിരപ്പ് ഒരളവിൽ കൂടുതൽ ഉയരാത്ത രീതിയിൽ വലിപ്പമുള്ള ഹോസുകൾ പല ഭാഗങ്ങളിലും ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കിയാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുകയുള്ളൂ. വന്യമൃഗശല്യം രൂക്ഷമായ പാക്കാനം ഇഞ്ചക്കുഴി ഭാഗത്തെ വന അതിർത്തി മേഖലയിൽ 1.5 കിലോമീറ്റർ ദൂരത്തിൽ കഴിഞ്ഞ 6 മാസം മുമ്പാണ് ആനക്കിടങ്ങുകൾ സ്ഥാപിച്ചത്. ഇതോടെ പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരമായിരുന്നു. എന്നാൽ ഇതിനുശേഷമുണ്ടായ കനത്ത മഴയിലാണ് ആനക്കിടങ്ങുകളിൽ വെള്ളം കെട്ടിനിന്ന് പ്രദേശത്തെ കുടുംബങ്ങൾക്ക് അപകട ഭീഷണിയായി മാറിയത്. കഴിഞ്ഞ ദിവസം ആനക്കിടങ്ങിന്റെ ഒരു ഭാഗം തകർത്ത് പ്രദേശത്ത് മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ഏതു നിമിഷവും അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന നിലയിൽ വലിയ വെള്ളക്കെട്ടാണ് പാക്കാനം ഇഞ്ചക്കുഴി ഭാഗത്തെ ആനക്കിടങ്ങുകളിൽ നിന്നിരുന്നത്. ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ താൽക്കാലിക പരിഹാരമായിരിക്കുന്നത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.